നാട്ടുകാർക്ക് ഇയാളെക്കുറിച്ച് പരാതികളുണ്ടായിരുന്നു. ഇയാളൊരു സ്ഥിരം കുറ്റവാളിയായിരുന്നു, പ്രശ്നക്കാരനായിരുന്നു. ഇയാളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഹരിക്കാൻ വിട്ടത്, അതുകൊണ്ടല്ലേ 3 പേരുടെ ജീവൻ നഷ്ടമായത് എന്ന് ചിന്തിക്കുന്ന നാട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്. അവരുടെ ഒരു പ്രതികരണം കേൾക്കാം. നിരന്തരം ഞങ്ങൾ ശല്യമാണ് പുള്ളി എന്തെങ്കിലും. പക്ഷെ ഇത്ര ഒരു ഇതുണ്ടാവാറില്ല. കുറച്ച് അല്ലെങ്കിൽ തെറി പറയും, കുറച്ച് കല്ലെറിയും, അത് പറഞ്ഞ് ശാന്തനാവാം പതിവ്. പോലീസുകാർ വന്ന് ഒത്തുതീർപ്പാക്കുള്ളൂ. സാറന്മാരെ ഇപ്പോൾ ഒത്തുതീർപ്പാണ്. ഇപ്പം എന്തെങ്കിലും ഞങ്ങൾ സാറന്മാർ ഞാൻ വിളിച്ചുകൊണ്ട് പോകും, അങ്ങോട്ട് പോടിച്ചാട്ട് വിളിച്ചോണ്ട് പോകും. ഇതിന് അവനവനെ ഒഴിക്കും, സാറന്മാരെ ഒഴിക്കും പോകും. സാറന്മാർ നിസ്സഹായരായിരുന്നു അവൻ്റെ കാര്യത്തിൽ. കാരണം ഒരു സർട്ടിഫിക്കറ്റ് എന്തോ കയ്യിലുണ്ട്. അവർ സാറന്മാരും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുള്ളതിൻ്റെ പേരിൽ. പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കേസിലായിട്ട് സ്റ്റേഷനിൽ വിളിച്ച് ഒത്തുതീർപ്പാക്കി വിട്ടാണ്. അവിടുന്ന് സാറ് പറഞ്ഞ് ഞങ്ങൾ അവനെ നീ ഇങ്ങനെ നിരന്തരം പ്രശ്നമാക്കി നിന്നെ കാപ്പ ചുമത്തുന്നൊക്കെ പറഞ്ഞു വിട്ടാണ്. ഇല്ല, അതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ നിരന്തരം ശല്യമാണ് എല്ലാവരും. വീടുകളിൽ കയറി കിടക്കുക, രാത്രി കിടന്നുറങ്ങുക, വീടുകളിൽ ചെന്ന് ഒളിഞ്ഞു നോക്കുക, ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ ഇടപാട്.